Good morning, all. Morning, ma'am. Okay, good morning. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലോണ്ടറി ആൻഡ് ലിനൻ എന്ന് പറഞ്ഞൊരു പുതിയ ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരുന്നത് അല്ലേ? ഓർമ്മയുണ്ടോ ലോണ്ടറി ആൻഡ് ലിനൻ? എടുത്തത്രയും വായിച്ചോ എല്ലാവരോ? എടുത്തത്രയും വായിച്ചോ? ഓക്കെ, ഇപ്പൊ നമ്മള് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് അല്ലെ, ഹോസ്പിറ്റലിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ് ലോണ്ടറി ആൻഡ് ലിനൻ എന്ന് പറഞ്ഞാൽ അല്ലെ, തുണിത്തരങ്ങളൊക്കെ അലക്കുക, ക്ലീൻ ചെയ്യുക എന്നുള്ളത്. ദെൻ എന്താണ്, ഹോസ്പിറ്റലിലെ തുണിത്തരങ്ങള് പല വിധത്തിലും അത് സ്റ്റെയിൻഡ് ആയി പോകുന്നുണ്ട് അല്ലെ, പല വിധത്തിലുള്ള അണുക്കൾ അതിൽ വരാം. ഹോസ്പിറ്റൽ ലിനൻ എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? സ്റ്റാഫ് യൂണിഫോംസ് വരാം, ദെൻ ലാബ് കോട്ട്സ്, ദെൻ മാട്രസ്, ദെൻ എന്തൊക്കെയായിരുന്നു? ടേബിൾ കോട്ട്, പേഷ്യന്റ് ഡ്രസ്, ഇതൊക്കെയാണ് ലോണ്ടറിയിൽ ഉൾപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്കിത് നോക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ്. ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസിന്റെ ഒബ്ജക്റ്റീവ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന്. The purpose of this department is to provide adequate clean material to the patients and personnel while ensuring that hygienic conditions are maintained in the process. Purpose of this department, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ പർപ്പസ് എന്ന് പറയുന്നത്, അതായത് ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ക്ലീൻ മെറ്റീരിയൽ ആഡിക്വേറ്റ് പ്രൊവൈഡ്, ആവശ്യമുള്ള ക്ലീൻ ആയിട്ടുള്ള മെറ്റീരിയലുകൾ പേഷ്യൻസിനും അതുപോലെ തന്നെ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ സ്റ്റാഫുകൾക്കും പ്രൊവൈഡ് ചെയ്യുക. Then while ensuring that hygienic conditions are maintained in the process, then നമ്മൾ ഉറപ്പ് നൽകുക അവര് ഹൈജീനിക് കണ്ടീഷൻ ആയിരിക്കണം എന്ന്. ആ ഒരു പ്രോസസ്സ്, അവര് ലോണ്ടറി ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് വെരി ഹൈജീനിക് ആയിരിക്കണം, അത്രയും ശുചിത്വമുള്ള ഒരു ശുചിത്വമായിരിക്കണം ഉള്ളത് ആ ഒരു പ്രോസസ്സ് അവർ ചെയ്യുമ്പോൾ. കാരണം എന്താണ്, ഹോസ്പിറ്റലിലെ തുണികൾ എന്ന് പറയുമ്പോൾ ഇൻഫെക്ഷൻ ആയിട്ടുള്ള തുണികൾ ഉണ്ടാവാം. നമ്മൾ പറഞ്ഞില്ലേ, ബ്ലഡും യൂറിനും ഫ്ലൂയിഡ്സ് ഒക്കെ ചേർന്നിട്ടുള്ള തുണികളായിരിക്കാം. സോ തേർഡ് മൊഡ്യൂളല്ല, ഫോർത്ത് മൊഡ്യൂളിലെ ചാപ്റ്റർ ആണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോ പറഞ്ഞല്ലോ, ഫോർത്ത് മൊഡ്യൂളിലാണ് ലോണ്ടറി ആൻഡ് ലിനൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇല്ലായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് കേട്ടോ, ഫോർത്ത് മൊഡ്യൂളിലാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രം തുടങ്ങി വെച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോ ലോണ്ടറി ആൻഡ് ലിനന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ആവശ്യമായിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള മെറ്റീരിയലുകൾ പേഷ്യൻസിനും സ്റ്റാഫുകൾക്കും പ്രൊവൈഡ് ചെയ്യുക. ദെൻ ശുചിത്വം ഉറപ്പുവരുത്തുക. ആ ഒരു പ്രോസസ്സിൽ അല്ലെ, ലോണ്ടറി ചെയ്യുന്ന പ്രോസസ്സിൽ ശുചിത്വം ഉറപ്പുവരുത്തുക. The main objectives of department are following. The main objective എന്ന് പറയുന്നത് 3 ഒബ്ജക്റ്റീവ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ, 3 ഒബ്ജക്റ്റീവ്. First one, to retain a comfortable and safe environment for patients, staff and visitors. Retain എന്ന് വെച്ചാൽ എന്താണ്? നിലനിർത്തുക അല്ലെ, അതായത് ഒരു സേഫ് ആയിട്ടുള്ള കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിർത്തുക. ആർക്ക് വേണ്ടി? പേഷ്യൻസിനും സ്റ്റാഫിനും വിസിറ്റേഴ്സിനും വേണ്ടി കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നിലനിർത്തുക. Second one, to provide constant supply of qualitative linen to various required areas like IP, operation theaters, OPD and other area. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കും, അതായത് റൂംസിലും വാർഡുകളിലേക്കും, ദെൻ ഓപ്പറേഷൻ തിയേറ്റർ ഓപ്പറേഷൻ തിയേറ്ററിലേക്കും, അതോടൊപ്പം തന്നെ OPD ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില്, അതായത് കർട്ടനും ബെഡ്ഷീറ്റുകളും ദെൻ ടേബിൾ കവർ, മെട്രസ് അങ്ങനെയുള്ള ഐറ്റംസുകളും. അപ്പോ അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് IP, ഓപ്പറേഷൻ തിയേറ്റർ, OPD എന്നിങ്ങനെയുള്ള അതാത് ഡിപ്പാർട്ട്മെന്റിലേക്കും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ലിനൻ അല്ലെ, ഗുണമേന്മയുള്ള നല്ല തുണിത്തരങ്ങള് കൃത്യമായിട്ടും സപ്ലൈ ചെയ്യുക. ഇതാണ് രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ ലക്ഷ്യം ഏതായിരുന്നു? കംഫോർട്ടബിൾ ആയും സേഫ് ആയിട്ടുള്ള എൻവയോൺമെന്റ് പേഷ്യന്റിനും സ്റ്റാഫിനും വിസിറ്റേഴ്സിനും പ്രൊവൈഡ് ചെയ്യുക, റിട്ടൈൻ ചെയ്യുക, നിലനിർത്തുക, നല്ലൊരു അന്തരീക്ഷം നിലനിർത്തുക. സെക്കൻഡ് വൺ പറയുന്നത് OPD-യിലേക്കും IP-യിലേക്കും ഓപ്പറേഷൻ തിയേറ്ററിലേക്കും നല്ല ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള തുണികൾ കോൺസ്റ്റന്റ് ആയിട്ട് സപ്ലൈ ചെയ്യുക. ആ ഓരോ ഏരിയയ്ക്കും ആവശ്യമായിട്ടുള്ള തുണികൾ സപ്ലൈ ചെയ്യുക. മൂന്നാമത്തത്, to control hospital infection and retain the quality of care.
ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യുകയാണ്. ദെൻ ഗുണനിലവാരം നിലനിർത്തുകയാണ്. അതായത് തുണികളെ കലക്കുമ്പോൾ മറ്റും ഇൻഫെക്ഷൻ ഒന്നും പടരാതെ നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്തുകൊണ്ട് ആ ഒരു ക്വാളിറ്റി ഓഫ് കെയർ, ഒരു ഗുണനിലവാരം നിലനിർത്തുകയാണ്. ഓക്കെ, 3 ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ക്ലിയർ ആണോ? 3 ഒബ്ജക്റ്റീവ്സ് സിമ്പിൾ ആണ്, വളരെ ചെറിയ ചെറിയ പോയിന്റ്സ് അല്ലേ, നമുക്ക് വായിച്ച് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. മെഡിക്കൽ ടേമുകളൊന്നുമില്ല. നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ലോണ്ടറി എന്ന് പറയുന്നത്. ചെയ്യാറില്ല എല്ലാവരും? ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഇല്ലാന്നാണോ? ചെയ്യാറില്ലേ? നമ്മളുടെ ഡ്രസ്സുകൾ നമ്മൾ അലക്കില്ലേ? ചിലപ്പോൾ വാഷിംഗ് മെഷീനിലാകാം, അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ആയിരിക്കാം, അല്ലേ? അപ്പൊ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ഓരോ പ്രോസസ് ഒക്കെ തന്നെയാണ് ഇവിടെ നമ്മൾ പഠിക്കാനുള്ളത്. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ കൂടി എക്സ്ട്രാ പഠിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ സ്വയം അനുഭവങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പൊ ഒബ്ജക്റ്റീവ്സ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ, പെട്ടെന്ന് വായിച്ചു നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് 3 പോയിന്റുകൾ പഠിച്ചു വെക്കാം, ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഒബ്ജക്റ്റീവ്സ് വായിച്ചു നോക്കുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. മനസ്സിലാക്കി വായിക്കണം കേട്ടോ. ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ തന്നെ പഠിച്ചു കഴിഞ്ഞു നിങ്ങള്. കംപ്ലീറ്റ് ചെയ്തോ ഒബ്ജക്റ്റീവ്സ്? ഓക്കെ, കുഴപ്പമില്ലല്ലോ, വായിച്ചിട്ട് ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. Some of the main functions of laundry services are the following. അപ്പോ ലോണ്ടറി ഫംഗ്ഷൻസില ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ മെയിൻ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന്, അതായത് അവർ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. ഒന്നാമതായിട്ട് അവർ ചെയ്യുന്നത് to collect, receive soiled and infected linen from different places. To collect and receive, അവിടെ പോയിട്ട് കളക്ട് ചെയ്തു അല്ലെങ്കിൽ ഇവര് റിസീവ് ചെയ്യുന്നത് സോളിഡ് ആൻഡ് ഇൻഫെക്റ്റഡ് ലിനൻ. സോളിഡ് ലിനൻ എന്ന് വെച്ചാൽ എന്താണ്? അഴുക്കായിട്ടുള്ള, മലിനമായിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണികള് ഇവിടെ നിന്ന് ഡിഫറെന്റ് പ്ലേസസിൽ നിന്ന്, നമ്മൾ പറഞ്ഞില്ലേ, വാർഡിൽ നിന്നാവാം, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നോ, അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ എല്ലാം ഓരോ ഡിഫറെന്റ് പ്ലേസസിൽ നിന്നും നമ്മള് തുണികള് ആദ്യം എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്യുന്നു. രണ്ടാമതായിട്ട് അവർ ചെയ്യുന്നത് to process soiled linen. ലിനൻ ആണോ ടെക്സ്റ്റിൽ എങ്ങനെയാ കിടക്കുന്നത്? എന്നുണ്ടോ? എന്നാണോ എന്നാണോ? ലിനൻ തന്നെയാണ്, ലൈൻ എന്നാണ്. ഓക്കെ, ലിനൻ എന്നാക്കാട്ടോ, അത് ലിനൻ എന്നാണേ. എന്ന് ചേർക്കാം, ലിനൻ പറയുന്നത് ക്ലിയർ ആണോ? ലിനൻ എന്നാക്കാട്ടോ. ലിനൻ ചേർക്കാം, എന്ന് മാത്രം ചേർത്താൽ മതിയല്ലോ. ഓക്കെ, the process of soiled linen which include, അപ്പൊ നമ്മള് ഈ സോയിൽഡ് ലിനനെ പ്രോസസ് ചെയ്യാൻ പോണെയാണ്. ആദ്യം എന്ത് ചെയ്തു? അവര് തുണികള് ഓരോ ഡിപ്പാർട്ട്മെന്റിലും പോയിട്ട് ശേഖരിച്ചു. ദെൻ അതിന് നമ്മൾ ഓരോരോ സെപ്പറേറ്റ് പ്രോസസ് ആക്കി മാറ്റുകയാണ്. ആ പ്രോസസ്സുകളാണ് പറയുന്നത് ഇൻക്ലൂഡ് സോർട്ടിങ്, സ്ലൂയിസിങ്, ഡിസ്ഇൻഫെക്റ്റിംഗ്, വാഷിംഗ്, എക്സ്ട്രാക്ടിങ്, കണ്ടീഷനിങ്, അയണിങ്, പ്രസ്സിംഗ് ആൻഡ് ഹോൾഡിങ്. ഈ ഒരു പ്രോസസ്സിലോട്ടാണ് നമ്മൾ ഈ ലോണ്ടറി ചെയ്യുന്നത്. ഇൻക്ലൂഡിങ് സോർട്ടിങ്, സോർട്ട് ചെയ്യും ആദ്യം. എന്താ സോർട്ടിംഗ് എന്ന് വെച്ചാൽ? സോർട്ട് ചെയ്യുക,
നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും തുണികൾ വന്ന് ശേഖരിച്ചു. ദെൻ അതിന് നമ്മൾ സോർട്ട് ചെയ്യാനാണ്, അലക്കാൻ വേണ്ടിയിട്ട് വേർതിരിക്കുക അല്ലെ. നമ്മള് വീട്ടിലെ തുണികൾ അലക്കുമ്പോൾ ചിലപ്പോ നല്ല ഡ്രസ്സുകൾ, പുറത്തു പോകുന്ന ഡ്രസ്സുകൾ അല്ലെങ്കിൽ വൈറ്റ് ഡ്രസ്സുകൾ മാത്രമാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യും, വൈറ്റ് മാത്രം വേർതിരിച്ചു വെക്കും അല്ലെ. ദെൻ പുറത്തേക്ക് പോകുന്ന നല്ല ഡ്രസ് ആണെങ്കിൽ അത് നീക്കി വെക്കും. ദെൻ വീട്ടിലിടുന്ന നല്ല അഴുക്കുള്ള വർക്കിംഗ് ഡ്രസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ തരംതിരിച്ച് വെക്കും ഇല്ലേ. വർക്കിംഗ് ഡ്രസ് ഒക്കെ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും നമ്മൾ അലക്കുന്നത്. ഫസ്റ്റ് വൺ ഇതുപോലെ വൈറ്റ് ഉണ്ടെങ്കിൽ എല്ലാ വൈറ്റ് ഡ്രസ്സുകളും കൂടി ഒരുമിച്ചായിരിക്കും നമ്മൾ വാഷ് ചെയ്യുന്നത്. അങ്ങനെയാണോ? എളുപ്പത്തിന് എല്ലാം കൂടി ഒരുമിച്ചിരുന്നവരുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യാറുണ്ടോ നിങ്ങൾ? തരംതിരിച്ചിട്ടാണ് അലക്കാറ്? അങ്ങനെയാണോ? വെള്ള ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളം മാത്രം മാറ്റി വെച്ചിട്ട് അത് മാത്രം ആദ്യം അലക്കും അല്ലെ. അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്ന നല്ല ഡ്രസ്സൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, ചിലപ്പോ ചിലവര് തന്നെ മെഷീനിലിടാതെ തന്നെ കൈകൊണ്ട് തന്നെ കഴുകിയെടുക്കുന്നവരുണ്ടാകും അല്ലെ. നമ്മൾ അവരെ സെപ്പറേറ്റ് ചെയ്ത് വെക്കും. അപ്പൊ ഇവിടെ ഹോസ്പിറ്റലിൽ ലിനൻസ് സോർട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലിനൻസിൽ ചിലപ്പോ ബെഡ്ഷീറ്റും പില്ലോ കവറും അങ്ങനെ വലിയ കറകളൊന്നും ഇല്ലാത്ത മെറ്റീരിയൽസ് ആകാം. ദെൻ ബ്ലഡ് ഫ്ലൂയിഡ്സും അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഉപയോഗിച്ച ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് വെക്കും. കാരണം ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകുമല്ലോ. അപ്പൊ ഇൻഫെക്ഷൻ ഒക്കെ മറ്റും ഇതിലോട്ടൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ തരംതിരിച്ചു വെക്കുന്നു. ഓക്കെ, അതാണ് ഫസ്റ്റ് വൺ, സോർട്ടിങ് ചെയ്യുന്നു. ദെൻ സ്ലോയിസിങ് ചെയ്യുന്നു. സ്ലോയിസിങ് എന്ന് വെച്ചാൽ എന്താ? കഴുകുക, മീൻസ് ഡ്രസ് വാഷ് ചെയ്യുക എന്നുള്ളൊരു മീനിങ്. സ്ലോയിസിങ് വാഷ് ചെയ്യുക, കഴുകുക. അറിയില്ലാത്തവര് മലയാളത്തിൽ എഴുതി വെക്കണം കേട്ടോ. ഓക്കെ, ടേംസുകൾ അറിയില്ലാത്തവര് മലയാളത്തിൽ എഴുതി വെക്കുക. അപ്പം സോർട്ട് ചെയ്യുന്നു, ദെൻ സ്ലോയിസിങ് ചെയ്യുന്നു. ഡിസിൻഫെക്റ്റിങ്. എന്താ ഡിസിൻഫെക്റ്റിങ്? അണുവിമുക്തമാക്കുന്നത്, രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ഇപ്പൊ നമ്മൾ ഡെറ്റോളൊക്കെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് ബ്ലീച്ചിങ് പൗഡർ ഒക്കെ നമ്മൾ ഉപയോഗിക്കുകയെ ഇൻഫെക്ഷൻ മാറാൻ വേണ്ടി, ഇൻഫെക്ഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെറ്റോളൊക്കെ യൂസ് ചെയ്യുന്നു. അല്ലെങ്കിൽ കുറച്ച് സമയം ബ്ലീച്ചിങ് പൗഡറിലൊക്കെ മുക്കി വെക്കും അല്ലേ. എന്നാണ് ഡിസിൻഫെക്റ്റിങ് ചെയ്യുന്നു. ദെൻ വാഷിംഗ്. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അലക്കണയാണ്, വാഷ് ചെയ്യുന്നു. ദെൻ എക്സ്ട്രാക്ടിങ്. എക്സ്ട്രാക്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? എക്സ്ട്രാക്ട് പിഴിയുക. തുണികൾ നമ്മൾ അലക്കി പിഴിഞ്ഞെടുക്കില്ലേ, പിഴിയുക എന്നുള്ള മീനിങ് ആണ് എക്സ്ട്രാക്ടിങ്. ദെൻ കണ്ടീഷനിങ്, അതായത് നമ്മൾ ഉണക്കുന്നു. ദെൻ അയണിങ്, അയൺ ചെയ്തെടുക്കുന്നു. ദെൻ പ്രസ്സിങ് ആൻഡ് ഫോൾഡിങ്. പ്രസ്സിങ് ആൻഡ് ഫോൾഡിങ് എന്ന് വെച്ചാല് മടക്കി അത് ഫോൾഡ് ചെയ്ത് വെക്കുന്നു. തുണികളൊക്കെ നല്ല തേച്ച് വൃത്തിയാക്കി മടക്കുന്നു. ഇതാണ് ഒരു ലോണ്ടറിയുടെ പ്രോസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? തുണികൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ശേഖരിക്കുന്നു. then അവയെ സോർട്ട് ചെയ്യും, തരംതിരിച്ചിട്ട് അതിന് നമ്മൾ സ്ലോയിസ്റ്റിംഗ് ഒന്ന് കഴുകും, അണുവിമുക്തമാക്കും. ഡെറ്റോളോ അങ്ങനെയുള്ള എന്തെങ്കിലും ഇട്ടിട്ട് അണുവിമുക്തമാക്കുന്നു. then നമ്മൾ വാഷ് ചെയ്യാം, എക്സ്ട്രാക്ട് ചെയ്യാം, പിഴിയുക. then കണ്ടീഷനിങ്, കണ്ടീഷൻ ഒക്കെ ചെയ്ത് അയൺ ചെയ്ത് മടക്കി, ഫോൾഡിങ് മടക്കി തേച്ച് മടക്കി വെക്കാം. ഓക്കെ, നമ്മൾ നോർമലി നമ്മളുടെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഇത്? ആണോ? ഇനി മൂന്നാമതായിട്ട് പറയുന്നത് ടു ഇൻസ്പെക്ട് ആൻഡ് റിപ്പയർ ഡാമേജ്ഡ് മെറ്റീരിയൽ ആൻഡ് റീപ്ലേസ് ദം. ടു ഇൻസ്പെക്ട് ചെയ്യാം മീൻസ് തുണികളൊക്കെ ഒന്ന് അലക്കിയൊക്കെ കഴിയുമ്പോൾ ഒന്ന് പരിശോധിക്കും. എന്നിട്ട് റിപ്പയർ ഡാമേജ്ഡ് മെറ്റീരിയൽ. ഇനി തുണികൾ അലക്കിയൊക്കെ കഴിയുമ്പോൾ എന്തെങ്കിലും ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഒന്ന് പിന്നലൊക്കെ വിട്ടിട്ടുണ്ടാകും അല്ലെ, തുന്നൽ വിട്ട് പോയിട്ടുണ്ടാകുമല്ലോ, പിന്നലൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. സോ അങ്ങനെയുള്ള മെറ്റീരിയൽ ഒക്കെ ആണെങ്കിലും റീപ്ലേസ് ചെയ്യുമല്ലോ, ഒട്ടും ഉപയോഗിക്കാൻ പറ്റാതെ കീറിയൊക്കെ പോയിട്ടുണ്ടാവും ചിലത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളതാണെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് പുതിയ മെറ്റീരിയൽ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് നൽകുന്നു. നാലാമതായിട്ട് പറയുന്നത് ടു ഡിസ്ട്രിബ്യൂട്ട് ക്ലീൻ ലിനൻ ടു റെസ്പെക്റ്റീവ് യൂസർ ഡിപ്പാർട്ട്മെന്റ് ആസ് നീഡഡ്. ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും അവിടേക്ക് ആവശ്യമായിട്ടുള്ള തുണികൾ, ക്ലീൻ ആയിട്ടുള്ള തുണികൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ടു മെയിൻറ്റെയിൻ ആൻഡ് കൺട്രോൾ ഇൻവെന്ററീസ് ആൻഡ് പ്രോസസ്ഡ് ലിനൻ. ടു മെയിൻറ്റെയിൻ മീൻസ് പാലിക്കുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുകയാണ്. മെയിൻറ്റെയിൻ ഇൻവെന്ററീസ് എന്ന് പറഞ്ഞാല് വില വിവര പട്ടികകൾ, അതായത് ഇപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്ര തുണികൾ വേണം, അല്ലെങ്കിൽ ഇപ്പോ വാർഡിലേക്കാണെങ്കിൽ എത്ര ബെഡ്ഷീറ്റ് ആണ് അവിടേക്ക് ആവശ്യമുള്ളത്, ആ ഒരു വില വിവര പട്ടികകൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. ഈ ഡിപ്പാർട്ട്മെന്റുകാരാണ് അത് സൂക്ഷിക്കുന്നത്. ഇപ്പൊ പഴയതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയതായിട്ട് ഇനി എത്ര തുണികൾ അപ്ഡേറ്റ് വേണം, എത്ര ബെഡ്ഷീറ്റ് വേണം, അല്ലെങ്കിൽ എത്ര പില്ലോ കവർ വേണം, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള ഇനി പുതിയതായിട്ട് നമ്മൾ എടുക്കേണ്ട തുണികൾ എന്തൊക്കെയാണ്, ഇതൊക്കെയുള്ള കണക്കുകളും തയ്യാറാക്കുക. ഇൻവെന്ററീസ്, ഒരു വില വിവര പട്ടിക തയ്യാറാക്കുക. റിട്ടൈൻ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് രജിസ്റ്റർ ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്. റിട്ടൈൻ ചെയ്യാന്ന് വെച്ചാൽ സൂക്ഷിക്കുക. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് രജിസ്റ്റർ ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്. രജിസ്റ്ററുകൾ സൂക്ഷിക്കുക ഡിപ്പാർട്ട്മെന്റിൽ. അതായത് രജിസ്റ്ററിൽ എന്തൊക്കെയായിരിക്കും?
ഓരോ ഡിപ്പാർട്ട്മെന്റിലും അവർ കൊടുക്കുന്ന തുണികൾ ഇപ്പോ കഴുകാനായിട്ട് നമ്മൾ വാങ്ങിച്ച ഡേറ്റ് കഴുകി ഇത്ര മെറ്റീരിയൽ അവിടെ ഏൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രജിസ്റ്ററിൽ എഴുതിയിരിക്കണം. സോ ആ രജിസ്റ്ററും ഈ ഒരു ലോണ്ടറിയിൽ സൂക്ഷിക്കണം. ഓക്കെ, ഇത്രയുമാണ് ഫങ്ഷൻസിൽ പറയുന്നത്. ഒന്നും കൂടി പറയാം, ശ്രദ്ധിച്ചിരിക്കുക. മെയിൻ ഫങ്ഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ടു കളക്ട് റിസീവ് സോയിൽഡ് ആൻഡ് ഇൻഫെക്റ്റഡ് ലിനൻ ഫ്രം ഡിഫറെന്റ് പ്ലേസസ്. കളക്ട് ചെയ്യുക അല്ലെങ്കിൽ സ്വീകരിക്കുക. സോയിൽ അഴുക്കായിട്ടുള്ള തുണികൾ ഹോസ്പിറ്റലിന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ശേഖരിക്കണം. ദെൻ പ്രോസസ് ഓഫ് സോയിൽഡ് ലിനൻ വിച്ച് ഇൻക്ലൂഡ് ശേഖരിച്ചതിന് ശേഷം അതിനെ സോർട്ട് ചെയ്യണം. ദെൻ സ്ലൂയിസ് കഴുകുക, ദെൻ അണുവിമുക്തമാക്കുക, ദെൻ വാഷ് ചെയ്യണം, എക്സ്ട്രാക്ട് ചെയ്യുക, കണ്ടീഷനിങ്, അയണിങ്, പ്രസ്സിംഗ് ആൻഡ് ഹോൾഡിങ്, അല്ലെ തേച്ച് വൃത്തിയാക്കി മടക്കി വെക്കുക. Then to inspect and repair damaged material and replace with them. ഇനി തുണികൾക്ക് നമ്മൾ അലക്കി കഴിയുമ്പോൾ എന്തെങ്കിലും ഡാമേജസ് ഒക്കെ ഉണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യുക, പുതിയ തുണികൾ നൽകുക. To distribute clean linen to respective user department as needed. ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ആവശ്യമായിട്ടുള്ള തുണികൾ, ക്ലീൻ ആയിട്ടുള്ള തുണികൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. To maintain control inventories and processed linen. തുണിത്തരങ്ങൾക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായ തുണിത്തരങ്ങളുടെ ഒരു വില പട്ടികകൾ തയ്യാറാക്കുക. റിട്ടൈൻ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് രജിസ്റ്റർ ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്. ഡിപ്പാർട്ട്മെന്റിലെ ഓരോ ഏരിയയിലേക്ക് നമ്മൾ കൊടുക്കുന്ന തുണികളുടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതുന്ന രജിസ്റ്റർ സൂക്ഷിക്കുക. ക്ലിയർ ആണോ? ഓരോ പോയിന്റ്സുകളോ? ക്ലിയർ ആണോ? ഓക്കെ, ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കി. 6 ഫങ്ഷൻസ് ആണ്, വായിക്കാം കേട്ടോ. ഫിഫ്ത്ത് പോയിന്റ്, അതായത് വില കണക്കുകൾ അല്ലെങ്കിൽ വില പട്ടിക. അതായത് വസ്തു വിവര പട്ടിക എന്നൊക്കെ പറയില്ലേ, ഇപ്പോ ഓരോ ഏരിയയിലേക്ക് നമ്മൾക്ക് ഇത്ര തുണികൾ പർച്ചേസ് ചെയ്യാനുണ്ട്, അപ്പൊ അതിന്റെ ഒരു കണക്കും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കേണ്ടത് അവരാണ് പർച്ചേസ് ചെയ്യുന്നത്. ആ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള തുണികൾ, അതായത് ബെഡ്ഷീറ്റ്, പില്ലോ കവർ, അങ്ങനെയുള്ള ഐറ്റംസുകൾ. സോ അത് ഓരോ ഏരിയയിലേക്കും എത്രത്തോളം വേണമെന്നൊക്കെ ജസ്റ്റ് ഒന്ന് പോയി കണക്കൊക്കെ എടുത്തിട്ട് അതൊന്ന് പട്ടിക പോലെയൊക്കെ തയ്യാറാക്കില്ലേ, അതിനാണ് ഈ ഇൻവെന്ററി എന്ന് പറയുന്നത്. അവിടേക്ക് ആവശ്യമായിട്ടുള്ള തുണികളുടെ ലിസ്റ്റ് തയ്യാറാക്കുക. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? കഴിഞ്ഞോ? 6 പോയിന്റ് ഫങ്ഷൻസ്. ക്ലിയർ ആണോ? ഫങ്ഷൻസ് ഓക്കെ ആണോ? മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, ഈ ഫങ്ഷൻസിന് അവരൊന്ന് കൺക്ലൂഡ് ചെയ്തേക്കാണ്, ശ്രദ്ധിക്കാം. The responsibilities of department is to manage technical functions, determine of type of linen to be purchased, the quantity of materials in stock, etc. അപ്പോ ഈ ഒരു ലോട്ടറി ഡിപ്പാർട്ട്മെന്റിന് റെസ്പോൺസിബിലിറ്റി ആണ് ടെക്നിക്കൽ ഫങ്ഷൻസിന്റെ റെസ്പോൺസിബിലിറ്റീസ് കൂടി ഉണ്ടെന്ന്. ടെക്നിക്കൽ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് കൂടി ഇവർക്കുണ്ട്. അപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി അവർ ചെയ്യണമെന്ന്. എന്തൊക്കെയാണ്? ഡിറ്റർമൈൻ ദ ടൈപ്പ് ഓഫ് ലിനൻ ടു ബി പർച്ചേസ്ഡ്. ഏത് ടൈപ്പുള്ള ലിനൻസ് ഒക്കെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്? ദ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് ഇൻ സ്റ്റോക്ക്, അല്ലെ നമുക്ക് ആവശ്യമായിട്ടുള്ള
വാങ്ങേണ്ട തുണികൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ആ സ്റ്റോക്കില് ക്വാണ്ടിറ്റി എത്രത്തോളം നമ്മൾ സ്റ്റോക്ക് വാങ്ങിക്കണം എന്നൊക്കെയുള്ളത് കമ്പ്യൂട്ടറിൽ നമ്മൾ അതില് ചെയ്തിടണം. അവരുടെ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിൽ ഒരു സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതില് എത്രത്തോളം നമ്മൾ പർച്ചേസ് ചെയ്യണം, വാങ്ങേണ്ട തുണികൾ എന്തോളം, ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്രത്തോളം വാങ്ങിക്കണം, അതിന്റെ ക്വാണ്ടിറ്റി, അതിന്റെ അളവ്, നമ്മൾ സ്റ്റോക്ക് എടുക്കേണ്ട തുണികളുടെ അളവ് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ ടെക്നിക്കലായിട്ട്, അതായത് കമ്പ്യൂട്ടറൈസ്ഡിൽ കൂടി അവർ ചെയ്തിടണം, അപ്ഡേറ്റ് ചെയ്തിടണം. Then requirement for linen vary in various area. അല്ലെ, requirements of ഓരോ ഡിപ്പാർട്ട്മെന്റിലും സെയിം ഒരേ അളവിലാണോ തുണികൾ ആവശ്യം? ആണോ? അങ്ങനെയാണോ? എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരേപോലെ ആയിരിക്കോ തുണികൾ ആവശ്യമുള്ളത്? അല്ല, വ്യത്യാസം ഉണ്ടാകും. ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണെങ്കിൽ കുറച്ച് എക്സ്ട്രാ കൂടുതൽ തുണികളൊക്കെ ആവശ്യമായിട്ട് വരും. അല്ലെങ്കിൽ വാർഡിലേക്കാണെങ്കിൽ കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ബെഡ്ഷീറ്റുകളും പില്ലോ കവറുകളും അങ്ങനെയുള്ള ഐറ്റംസുകളാണ്. അപ്പൊ വേരിയസ് ഏരിയ, അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിലും തുണികൾ അളവ് വ്യത്യാസം ഉണ്ടാകുന്നു. ചില ഏരിയയിൽ കുറച്ച് കൂടുതൽ തുണി ആവശ്യമായിരിക്കാം. And the hospital needs to provide sufficient quantity of linen for circulation as well as rest period in storage. എന്താണ് പറയുന്നത്? സർക്കുലേഷൻ ആസ് വെൽ ആസ് റെസ്റ്റ് പീരീഡ് ഇൻ സ്റ്റോറേജ്. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യേണ്ടത്, അതായത് സഫീഷ്യന്റ് ക്വാണ്ടിറ്റി ആയിട്ടുള്ള ലിനൻ പ്രൊവൈഡ് ചെയ്യുക. അതായത് സർക്കുലേഷൻ ആസ് വെൽ ആസ്, ഇപ്പൊ നമ്മളിപ്പോ വാർഡിലാണെങ്കിൽ ഒരു ബെഡ്ഷീറ്റ് അത് ഇളക്കി കഴിയുമ്പോൾ, അത് നമ്മൾ ഇളക്കി കഴിയുമ്പോൾ അടുത്തത് സർക്കുലേഷൻ അല്ലെ, നമ്മൾ റോൾ ചെയ്ത് അടുത്തത് അവിടെ ബെഡ്ഷീറ്റ് മാറ്റാനായിട്ട് ഉണ്ടായിരിക്കണം. ദെൻ റെസ്റ്റ് പീരീഡ് ഇൻ സ്റ്റോറേജ്, നമ്മൾ കറക്റ്റ് അളവിലല്ല എടുക്കേണ്ടത്, മറിച്ച് എക്സ്ട്രാ നമ്മൾ കരുതിയിരിക്കണം. ഓക്കെ, ഇതാണ് പീരീഡ് ഇൻ സ്റ്റോറേജ് എന്ന് പറയുന്നത്. നമ്മൾ കറക്റ്റ് അളവിലല്ല തുണികൾ പർച്ചേസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്, മറിച്ച് എക്സ്ട്രാ കരുതിയിരിക്കണം. ക്ലിയർ ആയോ പോയിന്റ്? സർക്കുലേഷൻ ആസ് വെൽ ആസ്, അതായത് നമ്മൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് ഇപ്പൊ നമ്മുടെ വീട്ടില് നിങ്ങൾ ബെഡ്ഷീറ്റ് ഇപ്പോൾ ചിലപ്പോ ഒരു 3 ദിവസം 4 ദിവസം കഴിയുമ്പോൾ ബെഡ്ഷീറ്റ് മാറ്റും, അത് ഇറക്കാനെടുക്കും, അടുത്ത ബെഡ്ഷീറ്റ് വിരിക്കും ഇല്ലേ? റോൾ ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കണം എന്ന്. ഹോസ്പിറ്റലിലും അങ്ങനെ തന്നെ ബെഡ്ഷീറ്റുകളൊക്കെ മാറ്റുമ്പോൾ അടുത്തത് സർക്കുലേഷൻ മീൻസ് റോൾ ചെയ്യാൻ വേണ്ടി ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ എക്സ്ട്രാ കരുതിയിരിക്കണം. കറക്റ്റ് അളവിലായിരിക്കരുത്. ചിലപ്പോൾ മേ ബി എന്തെങ്കിലും ഒരു കറകൾ പെട്ടെന്ന് വരാം അല്ലെ, ബ്ലഡോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ചേഞ്ച് ചെയ്യാനായിട്ട് അടുത്ത ബെഡ്ഷീറ്റ് അവിടെ സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. സ്റ്റോക്ക് ഉണ്ടാവണമെങ്കിൽ എക്സ്ട്രാ നമ്മൾ കരുതിയിരിക്കണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞേക്കാണ് ആ ഒരു സെന്റൻസ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? മെയിൻ ആയിട്ട് ആ പോയിന്റുകൾ പഠിക്കുക. 6 പോയിന്റുകളാണ്, ഫങ്ഷൻസ് ആണ്. അത് കൃത്യമായിട്ട് 6 പോയിന്റുകൾ നോക്കുക. ഇത് ജസ്റ്റ് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് അവർ. ഈ 6 പോയിന്റ് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇത് കൺക്ലൂഷൻ പറയുകയാണ് കേട്ടോ. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് നോക്കാം. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ. എങ്ങനെയാണ് ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ, എവിടെയായിരിക്കും ലൊക്കേഷൻ? ഏത് ഫ്ലോറിലായിരിക്കും ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ വരുന്നത്? ഹോസ്പിറ്റലില് ഏത് ഫ്ലോറിലായിരിക്കും? ഒരു ഐഡിയ ഇല്ല, ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. ഗ്രൗണ്ട്. നെക്സ്റ്റ് വായിച്ചിട്ടാണോ? അല്ല. ഓക്കെ, ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും ലോണ്ടറി ആൻഡ് ലിനൻ ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. നോക്കാം, ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ. The laundry should be located in an area that has sufficient daylight and natural ventilation. Laundry locate ചെയ്യുന്ന ഏരിയയിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള ഡേലൈറ്റ് വേണം. ഡേലൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? പകൽ വെളിച്ചം അല്ലേ? അതായത് ആവശ്യത്തിനുള്ള നല്ല വെട്ടവും വെളിച്ചവും ഒക്കെ ഉണ്ടായിരിക്കണം. നാച്ചുറൽ വെന്റിലേഷൻ സൗകര്യം ഉണ്ടായിരിക്കണം അല്ലെ? നാച്ചുറൽ ആയിട്ടുള്ള വെന്റിലേഷൻസ്, കാറ്റും വെളിച്ചവും വായുവും ഒക്കെ കടക്കുന്ന ഒരു ഏരിയ ആയിരിക്കണം. Typically, it should be on the ground floor of an isolated building. So, ground floor ആയിരിക്കണം, ഒരു ഐസൊലേറ്റഡ് ബിൽഡിംഗിലായിരിക്കണം. എന്താ ഐസൊലേറ്റഡ് ബിൽഡിംഗ് എന്ന് പറയുന്നത്? സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗിലായിരിക്കണം. ഹോസ്പിറ്റലിനോട് ചേർന്നിട്ട് തന്നെയുള്ള സെപ്പറേറ്റഡ് ആയിട്ട് പെട്ടെന്ന് തന്നെ ആരും കാണാത്ത രീതിയിലുള്ള ഒരു ബിൽഡിംഗ് ആയിരിക്കും. ഒറ്റപ്പെട്ട ഒരു രീതിയിലായിരിക്കും. ചിലപ്പോ ബാക്ക് സൈഡ് ഒക്കെ ആയിരിക്കാം അല്ലെ, ഹോസ്പിറ്റലിന്റെ ബാക്ക് സൈഡോ അല്ലെങ്കിൽ നമ്മൾ ആരും പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത ഒരു ഏരിയയിലായിരിക്കും എപ്പോഴും ഈ ലോണ്ടറി സർവീസസ് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഗ്രൗണ്ട് ഫ്ലോർ അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ,
The laundry should be located in an area that has sufficient daylight and natural ventilation. Typically, it should be on ground floor of an isolated building, situated next to and adjacent to the water and power plant, away from the main service area. അപ്പോ ഗ്രൗണ്ട് ഫ്ലോറില് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗിലായിരിക്കണം. Then situated next to or adjacent of the adjacent എന്ന് വെച്ചാൽ എന്താണ്? അരികിലായിട്ട്, അതിനരികിലായി വാട്ടർ ആൻഡ് പവർ പ്ലാന്റ് ഉണ്ടായിരിക്കണം അല്ലെ, വെള്ളം ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ പവർ ഇത് വേണ്ടേ, കറണ്ട് വേണ്ടേ? വാഷിംഗ് മെഷീനിലൊക്കെ ഇരിക്കുമല്ലോ നമ്മൾ അലക്കുന്നത്, ആണോ? നമ്മളുടെ വീട്ടിൽ തന്നെ വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ അവിടെ പൈപ്പിന്റെ സൗകര്യം ഉണ്ടായിരിക്കണം അല്ലെ, നമുക്ക് പൈപ്പ് വെള്ളം കിട്ടണം. അതോടൊപ്പം തന്നെ പ്ലഗ് കണക്ട് ചെയ്ത് കറണ്ട് വരാനായിട്ടുള്ള പ്ലഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം ഇല്ലേ. ഇവിടെയും പറയുന്നതാണ് അഡ്ജസ്റ്റന്റ് എന്ന് വെച്ചാൽ അതിനരികിലായിട്ട് വാട്ടർ സപ്ലൈയും പവർ സപ്ലൈയും ഉണ്ടായിരിക്കണം. Okay. The department should be situated close to the elevators. Elevators എന്ന് വെച്ചാൽ എന്താണ്? And must be permit easy movement of linen to different area. Elevators എന്ന് വെച്ചാൽ ലിഫ്റ്റിന്റെ അടുത്തായിരിക്കണം എന്ന്. അതിന്റെ അടുത്ത് ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ സൈഡിലായിട്ട് ലിഫ്റ്റ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. ലിഫ്റ്റ് എന്നത് എഴുതി വെച്ചോളൂ കേട്ടോ, അറിയില്ലാത്തവർ എഴുതി വെക്കാം. ലിഫ്റ്റിന്റെ സൗകര്യം ഉണ്ടായിരിക്കണമെന്ന്. എന്തിനാണ് ലിഫ്റ്റ് സൗകര്യം? must permit easy movement of linen to different area. തുണികളൊക്കെ അലക്കി വൃത്തിയാക്കിയിട്ട് നമ്മൾ അത് കയ്യിൽ പിടിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ലിഫ്റ്റില് സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് തുണികളൊക്കെ ലിഫ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഡിപ്പാർട്ട്മെന്റിലോട്ട് എത്തിക്കാം. അല്ലെങ്കിൽ ഇത്രയും തുണികൾ കയ്യിൽ പിടിച്ച് പൊക്കിക്കൊണ്ട് പോകേണ്ടയാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ലിഫ്റ്റ് സൗകര്യം അടുക്കുന്നതിന് ഉണ്ടായിരിക്കുക. ഹോസ്പിറ്റൽ laundry managers specialty items and tasks which mainly include disinfection and infection control of normally stained linen as well as infected linen. അപ്പൊ ഹോസ്പിറ്റൽ ലോണ്ടറി മാനേജ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് രണ്ട് കാര്യങ്ങളാണ്. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനനും ഉണ്ട്, സ്റ്റെയിൻഡ് ആയിട്ടുള്ള ലിനനും ഉണ്ടാവുമെന്ന്. അതായത് എന്താണ് സ്റ്റെയിൻഡ് എന്ന് വെച്ചാൽ ചെറിയ കറകളൊക്കെ വന്ന ലിനനിൽ തുണികൾ ഉണ്ടാകും. അതുപോലെ ഇൻഫെക്റ്റഡ്, ഇപ്പോ ബ്ലഡും ഫ്ലൂയിഡ്സ് ഒക്കെ വീണിട്ടുള്ള തുണികളാണെങ്കിൽ അവയൊക്കെയാണ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. ഒരാളുടെ ബ്ലഡും ഫ്ലൂയിഡ്സ് ഒക്കെ വീണിട്ടുണ്ടെങ്കിൽ മറ്റു തുണികളുടെ ഒപ്പം അലക്കുമ്പോൾ അത് മറ്റൊന്നിലോട്ടും അണുക്കൾ പടരാനായിട്ട് ചാൻസ് ഉണ്ട്. സോ ഹോസ്പിറ്റൽ ലോണ്ടറി മാനേജ് ചെയ്യേണ്ട ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഡിസ്ഇൻഫെക്ഷൻ ആയിട്ടുള്ളതും ഇൻഫെക്ഷൻ ആയിട്ടുള്ള തുണികളെ വേർതിരിച്ച് കഴുകുന്ന ഒരു കാര്യമാണ്. There should be a separated infection areas from reception area. അതിനാൽ റിസപ്ഷൻ ഏരിയയിൽ നിന്നും സെപ്പറേറ്റഡ് ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ബിൽഡിങ്ങിലാണ് നമ്മൾ ലോണ്ടറി ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് ഇപ്പോ റിസപ്ഷന്റെ നേരെ ഉള്ള ഒരു ഏരിയയിലാണ് ഈ ലോണ്ടറി വെച്ചിരുന്നെങ്കിൽ എങ്ങനെയാണ് ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണികളും മറ്റും ഉണ്ടാകും, അണുക്കളൊക്കെ പടരാനൊക്കെ ചാൻസ് ഉണ്ട്. അതിനാലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഐസൊലേറ്റഡ് ആയിട്ടുള്ള ബിൽഡിങ്ങിൽ കൂടെയാണ് ഈ ലോണ്ടറി സർവീസസ് വെച്ചിരിക്കുന്നത്. കണ്ടോ? There should be separated infection area from reception area. Reception area യിൽ നിന്നും സെപ്പറേറ്റഡ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ ലോണ്ടറി സർവീസസ് ചെയ്യുന്നത്. There should be sufficient power, sufficient quantity of steam as well as correct temperature. അപ്പോ അവിടെ ആവശ്യത്തിനുള്ള സഫീഷ്യന്റ് ആയിട്ടുള്ള പവർ മീൻസ് ഇലക്ട്രിസിറ്റി ഉണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ എന്താണ് സഫീഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് സ്റ്റീം, ആവശ്യത്തിനുള്ള സ്റ്റീം സൗകര്യം ഉണ്ടായിരിക്കണം. സ്റ്റീം ചെയ്യാന്ന് വെച്ചാൽ എന്താണ് സ്റ്റീം? as well as correct temperature. ആവി എന്ന് വെച്ചാൽ എന്താണ്? തുണി അലക്കലും ആവിയുമായിട്ട് വല്ല റിലേഷൻ ഉണ്ടോ? ചില തുണികൾ നമ്മൾ ചൂടുവെള്ളത്തിലൊക്കെ ഇടും ഇൻഫെക്ഷൻസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഇല്ലേ, ചെയ്യാറില്ലേ? ഡിസ്ഇൻഫെക്ഷൻ അണുവിമുക്തമാക്കാനായിട്ട് ചൂടുവെള്ളത്തിലൊക്കെ ഇടും. സ്റ്റെറിലൈസ് ചെയ്തെടുക്കും. അതുപോലെ തന്നെ ചൂടുവെള്ളത്തിലൊക്കെ അണുക്കളൊക്കെ പെട്ടെന്ന് ഇളകും എന്ന് പറയും. ഇപ്പൊ പെട്ടെന്ന് തന്നെ കറകളൊക്കെ പെട്ടെന്ന് തന്നെ ആ ഒരു ടെമ്പറേച്ചറിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പുഴുങ്ങിയെടുക്കാന്നൊക്കെ പറയും. പണ്ട് ആളുകള് ഈ നമ്മൾ ഉപയോഗിക്കുന്ന തോർത്തും കാര്യങ്ങളൊക്കെ പുഴുങ്ങിയെടുക്കും. ഇപ്പൊ അങ്ങനെ ചെയ്യല് കുറവാണ്. ഇപ്പൊ നമ്മളെല്ലാം വാഷിംഗ് മെഷീനിൽ തന്നെയാണല്ലോ അല്ലെ. അങ്ങനെ പണ്ട് കാലത്ത് നിങ്ങളുടെ എന്താണ് അപ്പൂപ്പനമ്മമാരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടാകും അല്ലെ. തുണികളൊക്കെ പുഴുങ്ങിയിട്ട് ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ട് പുഴുങ്ങിയിട്ട് എന്നിട്ടാണ് അവര് രണ്ടാമത് കഴുകിയെടുക്കുന്നത് ഇല്ലേ. കേട്ടിട്ടില്ല അങ്ങനെ നമ്മള് തുണികൾ പുഴുങ്ങിയെടുക്കാന്ന്? കേട്ടിട്ടുണ്ടോ? യെസ്, ഓക്കെ. അപ്പൊ ഇവിടെ പറയുന്നത് അപ്പൊ ആവശ്യത്തിനായിട്ടുള്ള സ്റ്റീം ഒക്കെ ഉപയോഗിച്ചിട്ട് സ്റ്റെറിലൈസ് ചെയ്യുക. കറക്റ്റ് ടെമ്പറേച്ചറിലൊക്കെ നമ്മൾ തുണികൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഡിസ്ഇൻഫെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ലൊക്കേഷൻ ആൻഡ്
ഡിസൈനിൽ പറയുന്നത്. വായിച്ചു നോക്കിക്കോളൂ. ഗ്രൗണ്ട് ഫ്ലോർ അണ്ടർലൈൻ ചെയ്യാട്ടോ, ഓർത്തിരിക്കുക. വായിച്ചു നോക്കാട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? Okay, clear ആണല്ലോ? Then next one, facilities and space requirement for laundry and linen service. Laundry and linen service-ന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളും ഫെസിലിറ്റി സ്പേസ്, അതായത് സ്ഥല സൗകര്യങ്ങളൊക്കെ ഇങ്ങനെയാണെന്ന് നോക്കാം. The basic requirements of the department include, ഇന്നൊക്കെയാണ് ഒരു ബേസിക് ആയിട്ട് വേണ്ട സൗകര്യങ്ങൾ. ഡീകണ്ടാമിനേഷൻ ഏരിയ. ഡീകണ്ടാമിനേഷൻ എന്ന് വെച്ചാൽ എന്താ മീനിങ്? അണുവിമുക്തമാക്കുന്ന ഏരിയ. സ്ലൂയിസിംഗ് ആൻഡ് ഡിസിൻഫെക്ടിങ്, അവിടെ നമുക്ക് തുണികൾ കഴുകാനും ഡിസിൻഫെക്ടിങ് ഒക്കെ അണുവിമുക്തമാക്കാനായിട്ടുള്ള ഒരു ഏരിയ ഉണ്ടായിരിക്കണം. ഏരിയ വിത്ത് ഫെസിലിറ്റീസ് ഫോർ റിസീവിംഗ്, സ്റ്റോറിംഗ്, സോർട്ടിംഗ് ആൻഡ് വാഷർ ലോഡിംഗ് ഓഫ് സോയിൽഡ് ലിനൻ. ഫെസിലിറ്റികൾ, സൗകര്യം ഉണ്ടായിരിക്കണമെന്ന്. എന്തിനു വേണ്ടി? തുണികൾ സ്വീകരിക്കാനും അതിനെ സ്റ്റോർ ചെയ്ത് വെക്കാനും അതിനെ വേർതിരിക്കാനും വാഷർ ലോഡിംഗ്, അതായത് വാഷിംഗ് മെഷീനിൽ ഇടാൻ, അതായത് വാഷിംഗ് മെഷീനിൽ വെക്കാനായിട്ടൊക്കെ ഒരു സൗകര്യം ഉണ്ടായിരിക്കണം. പ്രൊവിഷൻ ഫോർ സപ്ലൈ ഓഫ് വാട്ടർ, സ്റ്റീം ആൻഡ് പവർ. ആവശ്യത്തിനുള്ള വാട്ടറിന്റെ സപ്ലൈ ഉണ്ടായിരിക്കണം, സ്റ്റീം ഉണ്ടായിരിക്കണം, പവർ ഉണ്ടായിരിക്കണം. ക്ലീൻ ലിനൻ പ്രോസസിംഗ് റൂം. ക്ലീൻ ആക്കിയ തുണികള് പ്രോസസ് ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു റൂം ഉണ്ടായിരിക്കണം. Then സ്റ്റാഫ് ഫെസിലിറ്റീസ്, സ്റ്റാഫുകൾക്കായിട്ടുള്ള സൗകര്യങ്ങൾ, അല്ലെ? ഇപ്പൊ സ്റ്റാഫുകൾക്ക് റെസ്റ്റ് ചെയ്യാനും അങ്ങനെയുള്ള അവർക്ക് ഒരു റൂം ഉണ്ടായിരിക്കണം. ഏരിയ ഫോർ അയണിങ്, സ്യൂവിങ് ആൻഡ് മെൻഡിങ് ആൻഡ് ക്ലോത്ത് ഡ്രൈയിങ് ഏരിയ. അയൺ ചെയ്യാനായിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഏരിയ വേണം. അതോടൊപ്പം തന്നെ സ്യൂവിങ്ങിനായിട്ടുള്ള ഒരു ഏരിയ. സ്യൂവിങ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? തയ്യല്. ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ തുണികളൊക്കെ മെറ്റീരിയൽസ് ഒക്കെ എന്തെങ്കിലും പിന്നിലൊക്കെ വിട്ടുപോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ തയ്ക്കാനും കൂടി അതെല്ലാം അവിടെ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമാണ്. അപ്പോ ഇപ്പൊ തയ്യൽ മെഷീനൊക്കെ ഇടാനായിട്ടുള്ള ഒരു സൗകര്യം വേണം. ദെൻ മെൻഡിങ്, അതായത് നന്നാക്കല്, റിപ്പയർ, തുണികളൊക്കെ റിപ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ വേണം. ദെൻ ഡ്രൈയിങ് ഏരിയ, തുണികൾ ഉണക്കാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടായിരിക്കണം. സൊല്യൂഷൻ പ്രിപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ് റൂം. സൊല്യൂഷൻസ് ഒക്കെ തയ്യാറാക്കാനും അത് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള റൂം, അതായത് നമ്മൾ സോപ്പ് പൊടി, ഡിറ്റർജന്റ്, അതുപോലെ ഡെറ്റോള് അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ അങ്ങനെയുള്ള സൊല്യൂഷൻസ് ഒക്കെ തയ്യാറാക്കാനും അത് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ടായിരിക്കണം.
ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റി, നമ്മൾ കൈകളൊക്കെ വൃത്തിയാക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സജ്ജീകരണം, അതായത് എന്താ വാഷ് ബേസിൻ പോലെയൊക്കെ ഉണ്ടായിരിക്കണം. ലോക്കബിൾ സ്റ്റോർ ടു അക്കോമഡേറ്റ് മെറ്റീരിയൽ, ഈ തുണികള് നമ്മൾ ലോക്കബിൾ ആയിട്ടുള്ള ഒരു അലമാര പോലെ ഉണ്ടായിരിക്കണം എന്ന്, നമ്മൾ തുണികൾ വൃത്തിയാക്കിയ തുണികൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ലോക്കബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോർ ഉണ്ടായിരിക്കണം. ക്ലീൻ ലിനൻ ഇഷ്യൂവിംഗ് കൗണ്ടർ, തുണികൾ വിതരണം ചെയ്യാനായിട്ടുള്ള കൗണ്ടർ ഉണ്ടായിരിക്കണം, അലക്കി മടക്കി വൃത്തിയാക്കി വെച്ച തുണികൾ വിൽക്കാനായിട്ട് കൗണ്ടർ ഉണ്ടായിരിക്കണം. സ്റ്റോറേജ് പ്ലേസ് ഫോർ ക്ലീനിങ് ഏജന്റ് സ്റ്റോറിംഗ് ക്ലീൻ ലിനൻ എക്സെട്ര, സ്റ്റോറേജ് പ്ലേസ് ഉണ്ടായിരിക്കണമെന്ന്, അതായത് ക്ലീനിങ് ഏജന്റ്സ്, അതായത് ക്ലീനിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ലിക്വിഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോ നമ്മൾ സ്റ്റോറേജ് പോലെ തന്നെ എന്താണ് സോപ്പ് പൊടി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ടുള്ള ഒരു ഏരിയ ഉണ്ടായിരിക്കണം. ദെൻ ക്ലീൻ ചെയ്തിട്ടുള്ള ലിനൻ വെക്കാനും ഒരു സൗകര്യം ഉണ്ടായിരിക്കണം. Enough space for heavy equipment like washing machines, juicer, etc. ഹെവി എക്യുപ്മെന്റുകൾ വെക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ടായിരിക്കണം. വാഷിംഗ് മെഷീനും സ്ക്യൂസർ എന്ന് വെച്ചാൽ എന്താണ് സ്ക്യൂസർ, ഇതുപോലെ തന്നെ ഡ്രയർ ഒക്കെ ഇല്ലേ, തുണികൾ അലക്കുകയാണെങ്കിൽ വേറെ ഡ്രയർ പോലുള്ള ഇതാണ് സ്ക്യൂസർ, പിഴിയാനൊക്കെ ആയിട്ടുള്ളത്. Then desk, counters and cabinets to store file and register, അവരുടെ ഫയലും രജിസ്റ്ററും സിസ്റ്റം ഒക്കെ വെക്കാനായിട്ടുള്ള ഡെസ്കുകളും കൗണ്ടറുകളും ഒരു ക്യാബിൻ പോലെയൊക്കെ ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഒരു ലോണ്ടറി ആൻഡ് ലിനൻ സർവീസിൽ വരുന്ന കാര്യങ്ങൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഫെസിലിറ്റിയും സ്പേസും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിരിക്കണം ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്. നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഇതുപോലെ ലോണ്ടറി സർവീസസ് ഒക്കെ. എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടാവണമെന്നില്ല കേട്ടോ, ചിലപ്പോ അവര് ഹോസ്പിറ്റലിൽ തന്നെ ലോണ്ടറി ഉണ്ടാവില്ല, പുറത്ത് വേറൊരു ടീമിനെ ആയിരിക്കും ചിലപ്പോൾ ലോണ്ടറി ചെയ്യാനൊക്കെ കൊടുക്കുന്നത്. അങ്ങനെയുണ്ട് ചില ഹോസ്പിറ്റലുകൾ അവരുടെ തന്നെ ലോണ്ടറി സർവീസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലുകളിലുള്ള ലോണ്ടറി സർവീസസ് ആണെങ്കിൽ നമ്മളിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, വായിച്ചു നോക്കി 13 പോയിന്റ്സ് എന്ന ഫെസിലിറ്റികളാണ്. ജസ്റ്റ് നിങ്ങളുടേതായ രീതിയിൽ അതിനെ വായിച്ച് മനസ്സിലാക്കാം. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? 13 പോയിന്റ്സുകള് ഫെസിലിറ്റീസുകളാണ് പറഞ്ഞത്. ക്ലിയർ ആണോ? കുഴപ്പമില്ലല്ലോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ എല്ലാവരും? സ്പീഡ് ഓക്കെ അല്ലേ?
എളുപ്പമുള്ള സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആയതുകൊണ്ടാണ് ടീച്ചർ പെട്ടെന്ന് പോകുന്നത്. സ്പീഡ് ഓക്കെ ആണോ? നമ്മുടെ നോർമൽ ഇതിൽ തന്നെയല്ലേ പോണത്? ആണോ? കുഴപ്പമില്ലല്ലോ. ഓക്കെ. നെക്സ്റ്റ് വൺ നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് ലോണ്ടറി സർവീസസ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലില് ലോണ്ടറി സർവീസസിന്റെ ആവശ്യകത എന്താണെന്ന്. ആവശ്യകത ഉണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒരു ഹോസ്പിറ്റലില് ലോണ്ടറി എന്നുള്ള ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യമാണോ? ഉണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ആവശ്യമാണെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? അതിന്റെ റീസൺ എന്താണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ. നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളൂ. എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, തെറ്റിപ്പോണെങ്കിൽ തെറ്റിപ്പോയിക്കൊള്ളട്ടെ, അങ്ങനെ വിചാരിക്കേണ്ട കാര്യം നിങ്ങളുടെ അഭിപ്രായം പറയാം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഹോസ്പിറ്റലില് ലോണ്ടറി സർവീസ് ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നത്? ഇത് മാറ്റി പറയാനുണ്ടോ? ഓക്കെ, പറഞ്ഞോളൂ. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഡിസ്ഇൻഫെക്ഷൻസ്, ക്ലോത്തില് ഡിസ്ഇൻഫെക്ഷൻസ് കളയാൻ, ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ. ഓക്കെ, എല്ലാവരും ഇൻഫെക്ഷൻ കൺട്രോൾ ആണോ? അത് മാത്രമല്ലോ, ഹൈജീൻ ആയിരിക്കാൻ, ക്ലീൻ ആയിരിക്കാൻ. ഓക്കെ, ഹൈജീൻ. പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷൻ. ഓക്കെ, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. പേഷ്യന്റ് കംഫോർട്ട്. ഓക്കെ, ഹോസ്പിറ്റലിന്റെ ഇമേജ് ആണ്. ഓക്കെ, ഹോസ്പിറ്റൽ ഇൻഫെക്ഷനെ തടയാനായിട്ട് നമുക്ക്. ഓക്കെ, യൂസ് ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻ ചെയ്യാതിരിക്കുക. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇൻഫെക്ഷൻസ് നമുക്ക് ഒരു വിധത്തിൽ തടയാനായിട്ടും ദെൻ പേഷ്യൻസ് കംഫോർട്ടബിൾ ആവാനും ദെൻ തുണികളൊക്കെ ക്ലീൻ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കാം. ആൻഡ് എഫിഷ്യന്റ് ആൻഡ് ഇഫക്റ്റീവ് ഗുഡ് ഹെൽത്ത്. ഓക്കെ, പോയിന്റ് ഒക്കെ വരുന്നുള്ളല്ലോ. ഓക്കെ, ആൻഡ് efficient and effective linen and laundry services can increase patient experience and reduce danger of cross contamination. കണ്ടോ, രണ്ട് കാര്യങ്ങളാണ്. ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള, ഒരു കാര്യക്ഷമമായിട്ടുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലോണ്ടറി സർവീസസിന് പേഷ്യന്റിന്റെ എക്സ്പീരിയൻസിനെ ഇൻക്രീസ് ചെയ്യിക്കാൻ സാധിക്കുന്നത്. എന്താ പേഷ്യന്റിന്റെ എക്സ്പീരിയൻസിനെ ഇൻക്രീസ് ചെയ്യിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ്, പേഷ്യന്റിന്റെ അനുഭവത്തെ വർദ്ധിപ്പിക്കാവുന്നത്. എങ്ങനെയാ അനുഭവം വർദ്ധിപ്പിക്കാം? ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നത് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചോ? മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിച്ചോ? ഇല്ല, പഠിച്ചിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല. അതിൽ നമ്മൾ പേഷ്യന്റിന്റെ എന്താ എക്സ്പീരിയൻസും സാറ്റിസ്ഫാക്ഷനും തന്നെയാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് ചോദിച്ചത്. കുഴപ്പമില്ല, പഠിച്ചിട്ടില്ല. അപ്പൊ പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കാന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, നിങ്ങളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി നമ്മള്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് തരുന്ന തുണികളും കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആയിട്ടുള്ളത്, ഒരു കുഴപ്പമില്ല, ഭയങ്കര ഹൈജീനിക് ആയിട്ടുള്ള തുണികളും നമ്മൾ ഭയങ്കര കംഫോർട്ടബിൾ ആണ്. പക്ഷെ നേരെ മറിച്ചിട്ട് അവർ തരുന്ന തുണികള് ഒന്നും അലക്കാത്ത ബെഡ്ഷീറ്റുകളും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കോ? പേഴ്സണൽ ആയിട്ട് പറയൂ, ആണോ? അല്ല അല്ലെ? നമ്മൾ ഒരു വ്യക്തി പോയി, ഒരു ആള് ഡിസ്ചാർജ് ആയി പോയിട്ട് ആ തുണിയൊന്നും മാറ്റാതെ അവിടെ തന്നെയാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത്. അവർ തുണികളോ ഒന്നും വന്ന് മാറ്റുന്നില്ല, അവിടെ ഒന്നും ക്ലീൻ ചെയ്യണില്ല, നമ്മൾ അവർ ഉപയോഗിച്ച് തന്നെയൊക്കെയാണ് തുണികൾ നമുക്ക് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കോ? എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും നിങ്ങളുടെ? വെരി ബാഡ് ആയിരിക്കും, ആണോ? യെസ്. അപ്പൊ ഇവിടെ പറയുന്നത് നല്ലൊരു ലോണ്ടറി സർവീസ്, അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നു അഡ്മിറ്റഡ് ഒക്കെ ആയി നല്ല ഹൈജീനിക് ആയിട്ടുള്ള നല്ല ക്ലീൻ ആയിട്ടുള്ള ലിനനാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തതെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും? നല്ലൊരു ഗുഡ് എക്സ്പീരിയൻസ് ആയിരിക്കും, ഇല്ലേ? നമ്മൾ ഭയങ്കര കംഫോർട്ടബിൾ ആയിരിക്കും. നമ്മൾ ഈ മെഷീന്റെ അഴുക്ക് പിടിച്ച തുണികളൊക്കെ ആണെങ്കിൽ നമ്മൾ ഒട്ടും കംഫോർട്ടബിൾ ആയിരിക്കില്ല. സോ അങ്ങനെ പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് ഇൻക്രീസ് ചെയ്യാവുന്ന നല്ല രീതിയിലുള്ള ഒരു സർവീസ് ആണെങ്കിൽ, ക്ലിയർ ആയോ? പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് ഇൻക്രീസ് ചെയ്യാന്നുള്ളത്.
Clear ആണോ? Okay. Then reduce the danger of cross contamination. അതുപോലെ തന്നെ നമുക്ക് ഡേഞ്ചർ എന്ന് വെച്ചാൽ അപകട സാധ്യതകളെ, അതായത് മലിനീകരണം മൂലം ഉണ്ടാകുന്ന അപകട സാധ്യതകളെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു അല്ലെ. നല്ല രീതിയിലുള്ള ലോണ്ടറി സർവീസ് ആണെങ്കിൽ, ഹൈജീൻ ആണെങ്കിൽ, നിങ്ങൾ പറഞ്ഞ പോലെ ഇൻഫെക്ഷൻസിനെ പരമാവധി നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു. It is necessary to have clean and hygiene laundry. അതിനാൽ നമുക്ക് അത്യാവശ്യമാണെന്ന് ഒരു ക്ലീൻ ആയിട്ടുള്ള ഹൈജീനിക് ആയിട്ടുള്ള ലോണ്ടറി എന്ന് പറയുന്നത് നെസസറി ആണ്. Which would ensure safe environment for patient and prevent the spread of infection. അല്ലേ, അത് പേഷ്യന്റിന് സേഫ് ആയിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എന്താണ്, പ്രിവെന്റ് ചെയ്യുന്നു സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻസ്, രോഗങ്ങൾ അണുക്കള് സ്പ്രെഡ് ചെയ്യുന്നതിനെ തടയാനും സഹായിക്കുന്നു. Thus it help us in ഇനി 4 തരത്തിൽ നമ്മളെ ഈ ഒരു ലോണ്ടറി സർവീസസിന്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, പ്രിവെന്റിംഗ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ. ട്രാൻസ്മിഷൻ എന്ന് വെച്ചാൽ എന്താണ്, പകരുക അല്ലെ. ഇൻഫെക്ഷൻസ് പകരുന്നതിനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നു. ലോണ്ടറി സർവീസസിന്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. 4 മെയിൻ പോയിന്റുകള്. പ്രിവെന്റിംഗ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ, ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ രോഗാണുക്കള് അണുബാധകള് പകരുന്നതിന് നമുക്ക് പ്രിവെന്റ് ചെയ്യാം. പേഷ്യൻസ് കംഫോർട്ട് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യൻസിന് കംഫോർട്ട് നൽകാം, അതോടൊപ്പം തന്നെ സാറ്റിസ്ഫാക്ഷൻ, ഒരു സംതൃപ്തിയും നമുക്ക് കൊടുക്കാം. എങ്ങനെ സംതൃപ്തി കിട്ടുന്നത്, നല്ല രീതിയിലുള്ള ലോണ്ടറി ഒക്കെ ആണെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. എസ്തെറ്റിക് വാല്യൂ. എന്താ എസ്തെറ്റിക് എന്ന് പറഞ്ഞാല്, എസ്തെറ്റിക് കേട്ടിട്ടുണ്ടോ? എസ്തെറ്റിക് വാല്യൂ സൗന്ദര്യാത്മക മൂല്യം എന്ന് പറയും. അതായത് ഒരു വാല്യൂ ആണെന്നത് അല്ലെ. അതായത് നല്ല രീതിയിൽ ഒരു പേഷ്യന്റ്, അസുഖമായിട്ട് വരുന്ന ഒരു പേഷ്യൻസിനെ നല്ല രീതിയിലുള്ള പ്രൊവൈഡ് ചെയ്യുന്നതാണ് അല്ലെ. തുണികള് ഹൈജീനിക് ആയിട്ടുള്ള ക്ലീനഡ് ആയിട്ടുള്ള തുണികൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതൊരു എസ്തെറ്റിക്, അതിലൊരു മൂല്യം ഉണ്ടെന്ന് അത് മാത്രമാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് എന്താ പറയാ, ഒന്ന് പൊക്കി പറയാൻ പറയില്ലേ, അതുപോലെ എസ്തെറ്റിക് വാല്യൂ ഒരു സൗന്ദര്യാത്മക മൂല്യമാണെന്നത്. ഓക്കെ. Then positive public image. ആരോ പറഞ്ഞല്ലോ ഹോസ്പിറ്റൽ ഇമേജ് എന്ന്, ആരോ കമന്റ് ചെയ്തായിരുന്നു. ടെക്സ്റ്റിൽ നോക്കിയിട്ടാണോ പറഞ്ഞത് എനിക്ക് അറിയില്ല, ആരോ കമന്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇമേജ് ആരാ പറഞ്ഞത് ഓർമ്മയില്ല ടീച്ചറുടെ പേര്. ഹോസ്പിറ്റൽ ഇമേജ് എന്നാണെന്ന് തോന്നുന്നത് അല്ലെ കമന്റ് ചെയ്തത്. ഓക്കെ, ഹോസ്പിറ്റൽ ഇമേജ് ആരായിരുന്നു, അഞ്ജലി. ഓക്കെ, അഞ്ജലി ഹോസ്പിറ്റൽ ഇമേജ് എന്നല്ലേ കമന്റ് ചെയ്തത്, ആണോ? എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് പോസിറ്റീവ് പബ്ലിക് ഇമേജ്. ഓക്കെ, ഹോസ്പിറ്റൽ ഇമേജ് ആണോ പൊതുജനങ്ങളിൽ നിന്നുള്ള ഇമേജ് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ പോയി ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി, അപ്പൊ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, നമ്മളുടെ ഫ്രണ്ട്സിനും മറ്റു ഫാമിലികളൊക്കെ പറയാറില്ലേ നമ്മള്, ഞാൻ ഇന്ന ഹോസ്പിറ്റലിൽ പോയി, വളരെ നല്ല സൗകര്യങ്ങളും എല്ലാം നല്ല ക്ലീൻ ആണ് കേട്ടോ, നല്ല ഹൈജീൻ ആണ്, ടോയ്ലറ്റ്സ് ആയാലും റൂമുകളും എല്ലാം നല്ല ഹൈജീൻ ആണെന്ന് നമ്മൾ പറയാറില്ലേ ഫ്രണ്ട്സിനോട്? പറയാറുണ്ടോ അങ്ങനെ, അല്ലെങ്കിൽ പറയാതിരിക്കുകയാണോ ചെയ്യുന്നത്? നമ്മൾ പറയും തീർച്ചയായിട്ടും അല്ലേ. അപ്പൊ അതൊരു ഇമേജ് ആണ് ആ ഹോസ്പിറ്റലിൽ, നമ്മൾ മറ്റുള്ളവരോട് ഇങ്ങനെ പറഞ്ഞ് അത് ആ ഹോസ്പിറ്റലിൽ ഒരു ഇമേജ് തന്നെ ഉണ്ടാകുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? വായിച്ചു നോക്കിക്കോളൂ. ഇമ്പോർട്ടൻസ് ഓഫ് ലോണ്ടറി സർവീസസ് ഇൻ എ ഹോസ്പിറ്റൽ വായിച്ചു നോക്കുക കേട്ടോ. നാല് പോയിന്റുകൾ ഓർത്തിരിക്കാം കേട്ടോ. ഇമ്പോർട്ടൻസ് ഓഫ് ലോണ്ടറി സർവീസസിന്റെ ഹോസ്പിറ്റലിന്റെ ആൻസർ ആണ് 4 പോയിന്റ്സുകള്. പ്രിവെന്റിംഗ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ, പേഷ്യൻസ് കംഫോർട്ട് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ, എസ്തെറ്റിക് വാല്യൂ, പോസിറ്റീവ് പബ്ലിക് ഇമേജ്. ഇമ്പോർട്ടൻസ് ആണ് ആ പറയുന്നത്. ഓക്കെ,
4 പോയിന്റെങ്കിലും നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചെല്ലാവരും? ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് ലോണ്ടറി സർവീസസിന്റെ പ്ലാനിങ്ങിനെ കുറിച്ചാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മതിയോ? ഒരുപാട് എടുത്തിട്ട് ബോറാക്കുന്നല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത്രയും മതി ഇന്ന്. ഓക്കെ, മതിയോ? എല്ലാവർക്കും മതിയായോ പഠിച്ച്? ബോറടിച്ചോ? ബോറിങ്ങുണ്ടായിരുന്നോ? ഇല്ല. ഓക്കെ, അപ്പൊ മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. നമ്മൾ എടുത്ത് നിർത്തി അത്രയും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കൂ. നമ്മളിന്ന് കുറച്ച് ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ഒബ്ജക്റ്റീവ്സ് നമ്മൾ നോക്കി. 3 ഒബ്ജക്റ്റീവ്സ് ആണ് നോക്കിയത്. 3 ഒബ്ജക്റ്റീവ്സ് കൃത്യമായിട്ട് പഠിക്കണം. ദെൻ മെയിൻ ഫങ്ഷൻസ് അല്ലെ, ലോണ്ടറി സർവീസസിന്റെ ഫങ്ഷൻസ് ഏതൊക്കെയാണ് നമ്മൾ കളക്ട് ചെയ്യുക. എന്താണ് നമ്മൾ പറഞ്ഞത്? ഓരോ പ്രോസസ് ചെയ്യുക അല്ലെ, സോർട്ട് ചെയ്യുക, സ്ക്വീസ് ചെയ്യുക, അയണിങ്, കണ്ടീഷനിങ് ഒക്കെ ചെയ്യുക. ദെൻ നമ്മൾ പറഞ്ഞത് ലൊക്കേഷൻ ആണ്. മെയിൻ ആയിട്ട് നമ്മൾ ലോണ്ടറി സർവീസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് ഫ്ലോറിലാണ്? ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗിലായിരിക്കും. അതുപോലെ തന്നെ ലിഫ്റ്റ് ഫെസിലിറ്റീസ് അടുത്തുണ്ടായിരിക്കണം. ആവശ്യത്തിനുള്ള വാട്ടർ, ഇലക്ട്രിക് സപ്ലൈ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. ദെൻ ഫെസിലിറ്റി സ്പേസസ് അല്ലെ, എത്രത്തോളം സൗകര്യങ്ങൾ ആവശ്യമാണ്. അപ്പൊ അങ്ങനത്തെ പോയിന്റ്സ് ആയിട്ട് നമ്മൾ വായിച്ചു. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ലോണ്ടറി സർവീസസിന്റെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻസിൽ വരുന്നത്. പ്രിവെന്റിംഗ് ട്രാൻസ്മിഷൻ ഇൻഫെക്ഷൻ, പേഷ്യൻസിന്റെ കംഫർട്ടും സാറ്റിസ്ഫാക്ഷനും, എസ്തെറ്റിക് വാല്യൂ, പോസിറ്റീവ് പബ്ലിക് ഇമേജ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിരിക്കുന്നത്. ക്ലിയർ ആണോ? എടുത്തത്രയും ഓക്കെ ആണോ എല്ലാവരും? നിങ്ങൾക്ക് പറയാനായിട്ടുള്ള അവസരമാണ് കേട്ടോ. കുഴപ്പമില്ലല്ലോ, ചെറിയ ചാപ്റ്റർ ആണ്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പോകാം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സ്പീഡ് കൂടുതലാണോ? എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നോർമൽ സ്പീഡ് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ചാപ്റ്റർ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് മാക്സിമം ഒരു 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. അങ്ങനെയാണോ? സ്പീഡ് ഓക്കെയാണ്. ഓക്കെ, ഇതിലും സ്ലോ ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബോറായിരിക്കും ക്ലാസ് അല്ലേ? അവർക്ക് തന്നെ ഉറക്കം വരും. ടീച്ചർ ഭയങ്കര സ്ലോ ആയിട്ട് എടുക്കുമ്പോഴും നിങ്ങൾക്ക് സ്ലോക്കും മീൻസ് ബോറിംഗ് തോന്നിയിട്ടാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ അവിടെ വരെ ഉള്ളത് നന്നായിട്ട് വായിക്കാം. മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതുകൊണ്ട് പഠിച്ചു പോകും. ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.